വിനോദ്, ഒപ്പം മലയാളികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 53 മലയാളികൾ അവിടെ ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. അതായത് കാഞ്ഞങ്ങാട് സ്വദേശികൾ 36 പേരും കോട്ടയത്തു നിന്ന് പോയൊരു 16 ഏകദേശം ആൾക്കാരും. നോർക്ക പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ഇവർ സുരക്ഷിതരാണെന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോൾ ഈ കാണാതായ 1500 പേരിൽ അവരും ഉൾപ്പെടുന്നുണ്ട്. മലയാളികൾ ഒരുപാട് പേര് അവരുടെ കുടുംബങ്ങൾ അവിടെ പെട്ടുകിടക്കുന്നതിന്റെ ഭാഗമായി ഒരു ഫോൺ കോളിനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? ഏതാണ്ട് 40 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ അപകടത്തെ തുടർന്ന് റോഡ് നശിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തലാണുള്ളത്. അവിടേക്ക് രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ദുർഘടമാണ്, നമുക്കറിയാം. മലയോര മേഖലയാണ്, ഇങ്ങനൊരു വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലമാണ്. അവിടെ ഈ മൃതദേഹങ്ങൾ ധാരാളം ഒഴുകി വരുന്ന ഒരു സമയം. എത്ര പേരെ കാണാതായി എന്നതിൽ പോലും ഒരു സ്ഥിരീകരണമില്ല. ഇന്ത്യയുടെ 2 വിമാനങ്ങളാണ്, വലിയ വിമാനങ്ങൾ ഇപ്പോൾ ഈ ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളുമായി അവർക്ക് വേണ്ടിയുള്ള അവശ്യ സാധനങ്ങളുമായി അവിടെ എത്തിയിട്ടുണ്ട്. ബെയ്ലി പാലം ഉൾപ്പെടെ നിർമ്മിക്കാനുള്ള വാഗ്ദാനം ഇന്ത്യ നൽകിയിട്ടുണ്ട്. നേപ്പാൾ ആവശ്യപ്പെട്ടാൽ ഇന്ത്യയുടെ സൈന്യം അവിടെ എത്തി ബെയ്ലി പാലങ്ങൾ നിർമ്മിച്ച് ഈ മേഖലകളെ ബന്ധിക്കുന്ന തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലും പ്രളയമുണ്ടായി. 2018 പ്രളയ സമയത്തൊക്കെ, 2018-19 പ്രളയ സമയത്തൊക്കെ സൈന്യത്തിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. ബെയ്ലി പാലം നിർമ്മിച്ചിരുന്നു. മുണ്ടക്കൈ ചൂരൽമല പ്രളയ സമയത്തും സൈന്യത്തിൻ്റെ പാലം വന്നത് നമ്മൾ കണ്ടതാണ്, താൽക്കാലിക പാലം വന്നത് നമ്മൾ കണ്ടതാണ്. ആ തരത്തിലുള്ള നിർമ്മാണത്തിന് സൈന്യം സജ്ജമാണ്. ഇന്ത്യ അക്കാര്യം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, കരസേനയെ അനുവദിക്കുമെങ്കിൽ കരസേനയെ അങ്ങോട്ട് പൂർണ്ണമായി അയച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, രക്ഷാപ്രവർത്തനത്തിലേക്ക് കൂടി കടക്കാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴാണ് ഈ മലയാളികളുടെ കാര്യത്തിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നത്. എന്നാൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം, ഇവരുടെ മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യാനുള്ളൊരു സാധ്യതയില്ല. കാരണം ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ അവർ ഈ സുരക്ഷിതമായ ഹോട്ടൽ മുറിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ വൈദ്യുതി ഇല്ലാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബന്ധപ്പെടാൻ കഴിയാത്തൊരു നിലയാണ് എന്ന ഒരു നിഗമനവും വിലയിരുത്തലുമാണ്. ഇവരുടെ ബന്ധുക്കളുമായി ഇവർ നേരത്തെ ആശയവിനിമയം നടത്തിയിരുന്നു. ആ ലൊക്കേഷനൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നമ്മുടെ ഒരു അന്വേഷണം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ പലരും നിന്ന ലൊക്കേഷൻ ഈ അപകടം ഉണ്ടായ സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ അവർ സുരക്ഷിതരായിരിക്കും എന്ന ഒരു വിലയിരുത്തലാണുള്ളത്. പക്ഷേ ഇവരുമായുള്ള ആശയവിനിമയം അതിന് ഇനിയും സമയമെടുക്കും എന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ അവർക്ക് ബന്ധപ്പെടാനുള്ള നമ്പറുകളൊക്കെ തന്നെ പല അടിയന്തരമായി ബന്ധപ്പെടാനുള്ള നോർക്കയുടെ നമ്പരും സംസ്ഥാന സർക്കാരിൻ്റെ നമ്പരും ഒക്കെ തന്നെ നമ്മളിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അവിടെയുള്ളൊരു സാഹചര്യം കാരണം പലപ്പോഴും അവർക്ക് നേരിട്ട് ഇങ്ങനെയുള്ള ഏജൻസികളെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ബന്ധപ്പെടാൻ കഴിയാത്തൊരു നിലയായിരിക്കാം. അതുകൊണ്ടാണ് അവരുമായി ആശയവിനിമയം സാധ്യമാകാത്തത്. അവർ സുരക്ഷിതരായിരിക്കും എന്ന വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. സേറ, തികച്ചും അപ്രതീക്ഷിതമായി നടന്നൊരു ദുരന്തമാണ്. എന്നാലും ലോകരാജ്യങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. US $5 ലക്ഷം സഹായം നൽകിയത്. ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ അവിടേക്കൊക്കെ 2ാമത്തെ വിമാനം എത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലുള്ള ഈ സഹായ കരങ്ങളെ പറ്റിയിട്ടൊന്ന് പറയാമോ? എല്ലാ ലോകരാജ്യങ്ങളും, കാരണം ഈ അപകടത്തിൽ ഉൾപ്പെട്ടതിൽ തന്നെ 31 രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുണ്ട് ഈ വിനോദസഞ്ചാരത്തിനായി എത്തിയതാണ്. അതിൽ യൂറോപ്യൻ രാജ്യമുണ്ട്, USA ഉണ്ട്, കാനഡയുണ്ട്, റഷ്യയിൽ നിന്നുള്ളവരുണ്ട്, അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള സഞ്ചാരികളുണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം വന്ന വിവരമനുസരിച്ചാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആളുകളാണ് വളരെ കൂടുതലായി ഉള്ളതെന്ന ചില വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതോടൊപ്പം തന്നെ ഇഷ ഫൗണ്ടേഷൻ്റെ ഭാഗമായി സഞ്ചരിച്ചെത്തിയ തീർത്ഥാടകരുണ്ട്. അവർ ഈ മാനസ് സരോവർ യാത്ര, നമുക്കറിയാം മാനസ് സരോവർ യാത്രയിലേക്ക് പോകുന്ന പ്രധാന ഇടമാണ്. അവിടെയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അവിടെയാണ് ഇവരുടെ രേഖകളൊക്കെ പരിശോധിക്കുന്ന സ്ഥലമുള്ളത്. ആ സ്ഥലം പൂർണ്ണമായി റസവയിൽ നിന്ന് റസവഗുഡയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ടിബറ്റിൻ്റെ ഒരു എമിഗ്രേഷൻ സെൻ്ററുണ്ട്. അവിടെയാണ് ആ എമിഗ്രേഷൻ സെൻറ്റർ 4 നിലയുള്ള കെട്ടിടം ഉൾപ്പെടെയാണ് ഇങ്ങനെ വെള്ളപ്പാച്ചിലിൽ എടുത്തു പോകുന്നത്. അവിടെയൊക്കെ തന്നെ വലിയ തോതിൽ ആളുകളുണ്ടായിരുന്നു. പ്രാദേശിക സമയം 8:30 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആളുകൾ സജീവമായി ഈ ടൗണുകളിലും ഈ ഒലിച്ചുപോയ മാർക്കറ്റുകളിലുമൊക്കെ വന്നു ചേരുന്നൊരു സമയമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടാകുന്നത്. അങ്ങനെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകുന്നു. ചെറു പട്ടണങ്ങളും ഇങ്ങനെയുള്ള ഗ്രാമങ്ങളും മാർക്കറ്റുകളും ഒക്കെ തന്നെ ഈ വെള്ളപ്പാച്ചിലിൽ നശിക്കുന്ന കാഴ്ചയായിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ടാണ്, നമുക്കറിയാം പലയിടങ്ങളിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ആ വാഹനങ്ങൾ ഉൾപ്പെടെ, റോഡിൽ സഞ്ചരിച്ച കാറുകൾ ഉൾപ്പെടെ അങ്ങനെ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്ന കാഴ്ച, അത് ഒരു ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയൊരു കാഴ്ച തന്നെയാണ് ഈ സമയത്ത് ഉണ്ടായത് എന്ന് പറയാതെ തരമില്ല.
അവിടെയാണ് ഈ മരണങ്ങൾ വലിയ തോതിൽ കൂടുന്നതും അവരെ ഇനി എത്രയാണ് കാണാതായ ആളുകൾ എന്ന് പോലും കണ്ടെത്താനാകാതെ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള സഹായങ്ങൾ വരുന്നത്. അമേരിക്കയുടെ $5 ലക്ഷം സഹായ പ്രഖ്യാപനമുണ്ടായി, ഇന്ത്യയുടെ ഇടപെടലുണ്ടാകുന്നു, ചൈന എന്തായാലും ഇനിയും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഈ ദുരന്തം നീങ്ങാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. വി വിനോദാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.